നമസ്കാരം, ഏവർക്കും തവക്കൽ പ്രോപ്പർട്ടീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ കാണുന്നത് നമ്മുടെ ആലത്തൂർ തൃപ്പാളൂരാണ് കേട്ടോ. തൃപ്പാളൂർ, അതായത് നമ്മുടെ തൃശ്ശൂർ പാലക്കാട് നാഷണൽ ഹൈവേ ഗുരുകുലം ജംഗ്ഷനിൽ നിന്ന് ഏകദേശം ഒരു 500 മീറ്റർ ദൂരത്താണ് ഈ തൃപ്പാളൂർ എന്ന് പറഞ്ഞൊരു ടൗൺ വരുന്നത്. ഈ ടൗണിൽ നിന്നും ഏകദേശം ഒരു 500 മീറ്റർ ഈ കാണുന്ന വഴിക്ക് പോയി കഴിഞ്ഞാൽ 12 സെൻറ്റ് സ്ഥലവും 1500 സ്ക്വയർ ഫീറ്റിന് മുകളിലുള്ള ഒരു വീടും വിൽപ്പനയ്ക്ക് വന്നിട്ടുണ്ട്. ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ വീടിൻ്റെ പഴക്കം ഏകദേശം ഒരു 6 വർഷത്തിനടുത്താണ് വീടിൻ്റെ പഴക്കം വരുന്നത്. നമുക്ക് വീടിൻ്റെ ആ സിറ്റ് ഔട്ടിൻ്റെ വീഡിയോ എടുക്കാൻ വിട്ടുപോയതാണ് കേട്ടോ, ക്ഷമിക്കണം. ബാക്കി എല്ലാ ഭാഗവും ഷൂട്ട് ചെയ്തിട്ടുണ്ട്, അത് മാത്രം ഒന്ന് വിട്ടുപോയി. അപ്പോൾ നമ്മൾ ആ സിറ്റ് ഔട്ട് കഴിഞ്ഞ ഉടനെ ഇതാണ് നമ്മുടെ ലിവിങ് റൂം വരുന്നത് കേട്ടോ. അതിനോട് ചേർന്ന് ഇതൊരു മാസ്റ്റർ ബെഡ്റൂമാണ്. ഇത് അറ്റാച്ച്ഡ് അല്ല, വേറെ താഴെ 2 ബെഡ്റൂമും മുകളിലൊരു ബെഡ്റൂമാണുള്ളത്. ടോട്ടലി 3 ബെഡ്റൂമാണ് ഇതിനകത്ത് വരുന്നത്. അപ്പോൾ ഇത് അറ്റാച്ച്ഡ് അല്ല, പക്ഷേ ഇത് നമുക്ക് അറ്റാച്ച്ഡ് ആക്കി എടുക്കാനുള്ള സ്ഥല സൗകര്യം ഈ ഒരു 3 കള്ളി ജനലിൻ്റെ സൈഡിൽ നമുക്ക് അറ്റാച്ച്ഡ് ആക്കി എടുക്കാൻ പറ്റും. അതുകൂടാതെ നമുക്ക് ഇതിനകത്ത് കോമൺ ആയിട്ടൊരു ബാത്റൂമുണ്ട്, അറ്റാച്ച്ഡ് ആയിട്ടുള്ളൊരു ബെഡ്റൂമുണ്ട്, മുകളിൽ അറ്റാച്ച്ഡ് ആയിട്ടുള്ളൊരു ബെഡ്റൂമുണ്ട്. അപ്പോൾ അതിനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ പ്രോപ്പർട്ടിക്ക് ഇതിൻ്റെ ഉടമസ്ഥൻ ചോദിച്ചത് ഈ 12 സെൻറ്റ് സ്ഥലത്തിൽ ഈ 1500 സ്ക്വയർ ഫീറ്റിന് കറക്റ്റ് അറിയില്ല, അതുകൊണ്ടാണ് 1500 സ്ക്വയർ ഫീറ്റിന് മുകളിലാണെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ ഈ പ്രോപ്പർട്ടിക്ക് ഉടമസ്ഥൻ ചോദിച്ചിരിക്കുന്ന വില 53 ലക്ഷം രൂപയാണ്. വില നെഗോഷ്യബിളാണ്. അത് അദ്ദേഹവുമായിട്ട് നേരിട്ടിരുന്ന് സംസാരിക്കണം. നല്ല വീടാണ് കേട്ടോ. ഞാൻ നല്ലതെന്ന് പറയാറുള്ളൂ. അല്ലെങ്കിൽ ചില വീടുകളൊക്കെ പോയി കണ്ടു കഴിഞ്ഞാൽ തന്നെ നമ്മൾ വീഡിയോ എടുക്കാതെ തിരിച്ചു വരും. ഇത് നല്ലൊരു വീടാണ്. ഇത് കണ്ടോ, ഇത് അറ്റാച്ച്ഡ് ആയിട്ടുള്ളൊരു ബെഡ്റൂമാണ്. വീഡിയോ നിങ്ങൾ മുഴുവനായും കാണുക. ഇതിൽ പറയുന്ന കാര്യങ്ങളൊക്കെ വ്യക്തമായി മനസ്സിലാക്കിയതിന് ശേഷം ഞങ്ങളുടെ, അതായത് ഈ ബഷീർ എന്നാണ് എൻ്റെ പേര്, അപ്പോൾ ഈ കാണുന്ന നമ്പറിൽ ഒന്ന് വിളിക്കുക. ചില ആൾക്കാരൊക്കെ ഈ വീടിൻ്റെ ഉടമസ്ഥനാണോ സംസാരിക്കുന്നതെന്ന് ചോദിച്ചിട്ട് വിളിക്കാറുണ്ട്. അപ്പോൾ അല്ല, ഇതിൽ കൊടുക്കുന്നത് എൻ്റെ നമ്പർ തന്നെയായിരിക്കും. അപ്പോൾ അതിലൊന്ന് വിളിക്കുക. നിങ്ങളുടെ സൗകര്യാർത്ഥം എപ്പോഴാണെന്ന് പറഞ്ഞാൽ വന്ന് നമുക്ക് വീട് കാണുക, ഉടമസ്ഥനുമായിട്ടൊന്ന് സംസാരിക്കും. അപ്പോൾ ആലത്തൂർ ടൗണിൻ്റെ എല്ലാവിധ സൗകര്യങ്ങളിലേക്കും ഈ വീടിൻ്റെ അവിടെ നിന്ന് ഏകദേശം ജസ്റ്റ് ഒരു 1.5 കിലോമീറ്റർ ആയിരിക്കും ദൂരം. അതുപോലെ തൃശ്ശൂർ പാലക്കാട് നാഷണൽ ഹൈവേയിലേക്കും 1 കിലോമീറ്റർ താഴെ മാത്രമാണ് ദൂരമുള്ളത് കേട്ടോ. അപ്പോൾ നമുക്കിവിടെ ആരാധനാലയങ്ങളും മറ്റു മതവിദ്യാഭ്യാസ സ്ഥാപനങ്ങളൊക്കെ നമുക്ക് വീടിന് അടുത്ത് തന്നെയായിട്ടുണ്ട്. അതായത് അമ്പലം, പള്ളി, ക്രിസ്ത്യൻ പള്ളി എന്ന് വേണ്ട ആരാധനാലയങ്ങളും അതുപോലെ ഗുരുകുലം സ്കൂള്, അതുപോലെ കോളേജുകൾ, അങ്ങനെ എല്ലാവിധ സൗകര്യങ്ങളും നമുക്ക് ഈ വീടിൻ്റെ 1 കിലോമീറ്റർ ചുറ്റളവിലുണ്ട്. അപ്പോൾ നമുക്ക് ആ സിറ്റ് ഔട്ടിൻ്റെ വീഡിയോ എടുക്കാൻ വിട്ടുപോയതാണ്. സിറ്റ് ഔട്ട്, ലിവിങ് റൂം, 2 ബെഡ്റൂം, ഡൈനിങ്, അടുക്കള കഴിഞ്ഞു. അടുക്കളയുടെ അവിടെയാണ് നമുക്ക് കോമൺ ആയിട്ടൊരു ബാത്റൂം സൗകര്യം വരുന്നത് കേട്ടോ. അതുകൂടാതെ ഇതൊരു വർക്ക് ഏരിയയാണ്. ഇവിടെ വിറകടുപ്പ്, ആലുവ പുകയില്ലാത്തൊരു വിറകടുപ്പിൻ്റെ അത് കഴിഞ്ഞ ഉടനെ പുറകിലേക്കൊരു വർക്ക് ഏരിയ. അവിടെ നിന്നും പുറത്തോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ ഇഷ്ടംപോലെ സ്ഥല സൗകര്യം, കാരണം 12 സെൻറ്റ് സ്ഥലമുണ്ട്. വലിയ പഴക്കമില്ലാത്തൊരു വീടും കൂടിയാണ്. അപ്പോൾ ഉടമസ്ഥൻ ചോദിച്ച വില ഞാൻ പറഞ്ഞു, 53 ലക്ഷം രൂപയാണ് ചോദിക്കുന്നത്. ചുറ്റുപാടും നിറയെ വീടുകളൊക്കെ ഉണ്ട്. ബോർവെൽ കണക്ഷനാണ് നമുക്കിതിനകത്ത് കുടിവെള്ളത്തിൻ്റെ സോഴ്സിനായിട്ട് വരുന്നത്. അത് ഇനിയിപ്പോൾ ഒരു കിണർ കുഴിക്കണമെങ്കിലും ഇഷ്ടംപോലെ വെള്ളമുള്ള ഒരു ഭാഗമാണ് കേട്ടോ. ഇനി നമുക്ക് മുകളിലേക്കൊന്ന് കയറി നോക്കിയാൽ മുകളിൽ അറ്റാച്ച്ഡ് ആയിട്ടൊരു ബാത്റൂമും ഒരു ബാത്റൂം സൗകര്യത്തോടു കൂടിയുള്ളൊരു ബെഡ്റൂമാണ് ഉള്ളത് കേട്ടോ. അതുകൂടാതെ നമുക്ക് ഈ വീടിൻ്റെ പുറകുവശത്തെയും മുൻവശത്തൊക്കെ ഇനിയും നമുക്ക് 1-2 റൂം എടുക്കാനുള്ള സൗകര്യങ്ങളൊക്കെ മുകളിലും ഉണ്ട്. അപ്പോൾ വീഡിയോ നിങ്ങൾ മുഴുവനായും കാണുക. പരമാവധി ആളുകളിലേക്ക് എത്തുന്നതിന് വേണ്ടി ഒന്ന് ഷെയർ ചെയ്യുക. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നല്ല വീടാണ് കേട്ടോ. വീടിൻ്റെ നിർമ്മാണം എന്ന് പറയാനായിട്ട് ഇഷ്ടിക കൊണ്ടും പുഴമണൽ കൊണ്ടാണ് ഇതിൻ്റെ മെയിൻ സ്ലാബൊക്കെ കോൺക്രീറ്റ് ചെയ്തെന്നാണ് ഉടമസ്ഥൻ നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. കാരണം ചിലർക്ക് അങ്ങനൊരു വീട് പണിയുമ്പോൾ ഇപ്പോൾ ഇറങ്ങുന്ന എംസാൻഡിനേക്കാളും കുറച്ചുകൂടെ ഈടും ഉറപ്പും ഒക്കെ ഉള്ളത് പുഴമണലിനാണ്. അപ്പോൾ അങ്ങനെ പുഴമണൽ കൊണ്ട് പണിതെന്നാണ് പറഞ്ഞത്. നമ്മൾ ആ ഒരു ബെഡ്റൂം കഴിഞ്ഞ ഉടനെ, മുകളിലത്തെ ഒരു ബെഡ്റൂം കഴിഞ്ഞ ഉടനെ വീടിൻ്റെ മുൻവശത്തേക്ക് എല്ലാ വണ്ടികൾക്കൊക്കെ വന്നു ചേരാനുള്ള വഴി സൗകര്യമുണ്ട് കേട്ടോ. ഞാൻ ആ വീടിലേക്ക് കയറുന്ന വഴിയുടെ ഭാഗം മുതൽ സിറ്റ് ഔട്ട് വരെ വീഡിയോ എടുത്തതാണ്. അതെന്തോ മിസ്സായി എൻ്റെ കയ്യിൽ നിന്ന്. അതുകൊണ്ട് അത് വീഡിയോയിൽ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണാൻ കഴിയില്ല. അപ്പോൾ അടുത്തൊക്കെ നിറയെ വീടുകളുണ്ട്. ഇവിടെ ഞാൻ പറഞ്ഞു നമുക്കിനിപ്പോൾ ഒരു
ഒരു റൂം ഇവിടെ വേണമെങ്കിലും എടുക്കാം. അതുപോലെ വീടിൻ്റെ ഈ ബാൽക്കണിയുടെ പുറകുവശത്തേക്ക് അവിടെയും നമുക്ക് എടുക്കാം. ഇതാണ് നമ്മുടെ വഴി കേട്ടോ. ആ കാണുന്നത് അവിടെ നിന്ന് അങ്ങനെ എല്ലാ വണ്ടികളും വരും. ടാറിങ് വഴിയാണ്. നേരെ വന്ന് നമ്മുടെ കോമ്പൗണ്ടിൽ 1-2 വണ്ടികളൊന്ന് പാർക്ക് ചെയ്യാനുള്ള സൗകര്യവും നമുക്കിവിടെ വരുന്നുണ്ട്. അപ്പോൾ ആലത്തൂരിൻ്റെ ടൗണിനോടൊക്കെ ചേർന്ന് കിടക്കുന്നൊരു പ്രോപ്പർട്ടി ആയതുകൊണ്ട് ഇവിടെയൊക്കെ സ്ഥലങ്ങൾക്ക് നല്ലതുപോലെ വിലയുള്ളൊരു ഭാഗവും കൂടെയാണ്. തൃപ്പാളൂർ എന്ന് പറയുന്നത് നമ്മുടെ ആലത്തൂരിൽ നിന്ന് കുനിശ്ശേരിക്കൊക്കെ പോകുന്ന ഒരു ഭാഗത്തുള്ളൊരു, ആലത്തൂർ കഴിഞ്ഞുള്ള തൊട്ടടുത്തുള്ളൊരു ജംഗ്ഷനാണ് ഈ തൃപ്പാളൂർ എന്ന് പറയുന്നത്. അപ്പോൾ അവിടേക്ക് ജസ്റ്റ് ഒരു 500 മീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് അതുണ്ടോ, ഇതാണ് പുറകിലുള്ള സ്ഥലം. ഇതിൽ നല്ലതുപോലെ കായ്ക്കുന്ന ഒരു പ്ലാവുണ്ട്. അതുപോലെ വീട്ടാവശ്യത്തിനും പുറമേക്ക് കൊടുക്കാനൊക്കെ സൗകര്യാർത്ഥം ഒരു പുളിമരമുണ്ട്. ഇഷ്ടം പോലെ പുളി. ഇപ്പോൾ പുളി പഴുക്കുന്നൊരു സമയമാണല്ലോ, കാറ്റൊക്കെ അടിച്ച് പാലക്കാടൻ ചൂടിൽ പുളി പഴുക്കുന്ന ഒരു സമയമാണ്. ഉണ്ടോ, ഇഷ്ടം പോലെ വാളൻപുളി നമുക്ക് വീട്ടാവശ്യത്തിന് കൊടുക്കാം, അല്ലെങ്കിൽ വേണ്ടെങ്കിൽ പുറത്തേക്ക് കൊടുക്കാം. അതുപോലെ ഇവിടെ ഒരു വരിക്കച്ചക്കയുടെ ഒരു പ്ലാവും ഉണ്ട് കേട്ടോ. 53 ലക്ഷം രൂപയാണ് ഉടമസ്ഥൻ പറഞ്ഞത്. ഈ ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾ ഷെയർ ചെയ്യുന്നതിലൂടെയാണ് നമുക്ക് കൂടുതലും മറ്റുള്ളവരിലേക്ക് എത്തുക ഈ വീഡിയോ. അപ്പോൾ ഇതുണ്ടോ, നമുക്ക് അതിൻ്റെ മുകളിലേക്ക് കയറാനുള്ളൊരു സ്റ്റെയറൊക്കെ ഇവിടെ ഉണ്ട്, എടുത്ത് മാറ്റാൻ പറ്റാവുന്ന രീതിക്കുള്ളത്. ഇനിയിപ്പോൾ ചുറ്റുഭാഗം നോക്കുകയാണെങ്കിൽ മുറ്റത്തൊക്കെ ടൈൽ ഇൻ്റർലോക്ക് വിരിച്ചിരിക്കുന്നു. നല്ലൊരു കാർ പോർച്ച് സൗകര്യമുണ്ട്. അതുപോലെ ഒരു 2-3 വണ്ടികളൊക്കെ വന്ന് നിർത്താനുള്ള സൗകര്യമുണ്ട്. പഞ്ചായത്തിൻ്റെ പൈപ്പ് ലൈൻ കണക്ഷൻ ഉണ്ട്. അപ്പോൾ ഇതിൽ അതുണ്ടോ, ഇവിടെ ഒരു സൈഡിൽ 12 സെൻറ്റ് സ്ഥലം എന്നുള്ളത്, ഇവിടെ ഒരു സൈഡിലൊരു സ്ലാബ് മതിലുണ്ട്. ഇതിൻ്റെ അപ്പുറം നിൽക്കുന്ന ആ ഒരു തെങ്ങ് നിൽക്കുന്ന ഭാഗത്തും ഇവരുടെ തന്നെയാണ് സ്ഥലം കേട്ടോ. ഇതിൽ തന്നെ ഉൾപ്പെട്ടതാണ്. അത് ഇവർ പിന്നീട് മേടിച്ചെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഈ സ്ലാബ് മതിലെല്ലാം നമ്മുടെ അതിർത്തി കുറച്ചുകൂടെ അപ്പുറത്തേക്ക് പോകും. അത് ഇവിടെ എത്തുമ്പോൾ കാണാൻ പറ്റും. കണ്ടോ, അത് ആ കാണുന്ന മതിലാണ് നമ്മുടെ അതിര്. അതിലാണ് ഈ പുളിമരമൊക്കെ നിൽക്കുന്നത്. ഇനി ഒരു വീട് പണിയണമെങ്കിൽ നമുക്ക് അതിനുള്ള സ്ഥല സൗകര്യം കൂടെ അവിടെ ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ കണ്ടോ, ഈ സൈഡിലൊക്കെ നമുക്ക് ഇൻ്റർലോക്ക് കട്ട വിരിച്ചിരിക്കുന്നു. ഇവിടെയാണ് പഴയ കാലത്തെ മിക്സർ. ഇവിടെ കോമൺ ആയിട്ടൊരു ബാത്റൂം ഉണ്ട്. അതങ്ങനെ ഉപയോഗിക്കാറൊന്നുമില്ല. അപ്പോൾ ഇതിന് ചുറ്റുഭാഗവും അതിരും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ വീഡിയോ മുഴുവനായും കാണുക. സ്ക്രീനിൽ കൊടുത്ത നമ്പറിലൊന്ന് കോൺടാക്റ്റ് ചെയ്യുക. കുറച്ച് ഭാഗങ്ങൾ കണ്ടിട്ട് നമ്മൾ വീഡിയോ വിളിച്ച് നിങ്ങൾക്ക് വന്ന് കാണുമ്പോൾ അയ്യോ എന്ന് തോന്നരുതല്ലോ. അപ്പോൾ മുഴുവനായും തന്നെ വീഡിയോ കണ്ടോളൂ. യാതൊരു തരത്തിലും കേടുപാടുകളില്ലാത്ത നല്ലൊരു വീടാണ്. ഇന്നത്തെ കാലത്തെ ബഡ്ജറ്റിൽ ഇതുപോലൊരു 12 സെൻറ്റ് സ്ഥലവും ഇങ്ങനൊരു വീടെന്ന് പറയാൻ നമുക്ക് അസാധ്യമാണ്. ആലത്തൂരിൻ്റെ സൗകര്യം, എല്ലാവിധ സൗകര്യങ്ങളും ഉണ്ട്. നമുക്ക് ഈ ഗുരുകുലം ജംഗ്ഷനിലൊക്കെ ഒരു ഏത് സമയത്തും ബസ് വന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ വീട്ടിലേക്ക് ജസ്റ്റ് വേണമെങ്കിൽ 1 കിലോമീറ്ററിൽ താഴെയാണ് ദൂരം. അപ്പോൾ നടന്ന് വന്ന് വീട്ടിലേക്ക് എത്താവുന്ന ദൂരം മാത്രമേ ഉള്ളൂ. എന്തായാലും ഈ വീഡിയോ നിങ്ങൾ മുഴുവൻ കണ്ടതിന് ശേഷം സ്ക്രീനിൽ കൊടുത്ത നമ്പറുമായിട്ടൊന്ന് കോൺടാക്റ്റ് ചെയ്താൽ ഇതൊന്ന് കാണാനുള്ള സൗകര്യം ചെയ്തു തരാം. ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പാലക്കാട് ജില്ല ആലത്തൂരാണ് ഈ പ്രോപ്പർട്ടി ഉള്ളത് കേട്ടോ. അപ്പോൾ പുതിയ ഒരു വീഡിയോ ആയിട്ട് നിങ്ങൾക്ക് മുന്നിൽ വീണ്ടും വരുന്നതുവരെ ബൈ ബൈ.